So module 2 ആണ് module 2 projections of solids. Projections of solids. അപ്പൊ ഇവിടെ നമുക്ക് കുറെ പലതരത്തിലുള്ള സോളിഡ്സ് തരും. സോളിഡ്സ് അതിന്റെ കുറെ ഇൻക്ലിനേഷൻസ്, അതിന്റെ കുറെ കണ്ടീഷൻസ് തരും. ആ കണ്ടീഷൻസ് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കണം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് പ്രൊജക്ഷൻസ്. അപ്പൊ വേരിയസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രിസം, ട്രയാങ്കുലർ പ്രിസം ആകാം. ഓക്കെ, സോ ട്രയാങ്കുലർ പ്രിസം ആകാം. ട്രയാങ്കുലർ പ്രിസം എന്ന് പറഞ്ഞാൽ എൻ ഫേസിന്റെ ഷേപ്പ് എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. ദെൻ സ്ക്വയർ പ്രിസം ആകാം. എൻ ഫേസിന്റെ ഷേപ്പ് സ്ക്വയർ ആണ്. റെക്ടാങ്കുലർ പ്രിസം എൻ ഫേസിന്റെ ഷേപ്പ് റെക്ടാങ്കിൾ ആണ്. പെന്റഗണൽ പ്രിസം എൻ ഫേസിന്റെ ഷേപ്പ് പെന്റഗൺ ആണ്. ഹെക്സഗണൽ പ്രിസം എൻ ഫേസിന്റെ ഷേപ്പ് ഹെക്സഗൺ ആണ്. ഒക്ടഗൺ നമുക്ക് പഠിക്കാനില്ല, എന്നാൽ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 സൈഡഡ് പോളിഗൺ, ദാറ്റ് ഈസ് കോൾഡ് ഒക്ടഗൺ. എൻ ഫേസിന്റെ ഷേപ്പ് ഒക്ടഗൺ, ദെൻ ദാറ്റ് ഈസ് കോൾഡ് ഒക്ടഗണൽ പ്രിസംസ്. അപ്പൊ ഇതാണ് പ്രിസം എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് പ്രിസംസ്. സിമിലർലി പിരമിഡ്, പിരമിഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരു എൻ ഫേസ് ഉണ്ട്. ദിസ് ഈസ് ദ എൻ ഫേസ്. ട്രയാങ്കുലർ പിരമിഡ്. സ്ക്വയർ പിരമിഡ്, എൻ ഫേസിന്റെ ഷേപ്പ് സ്ക്വയർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ക്വയർ പിരമിഡ്. റെക്ടാങ്കിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റെക്ടാങ്കുലർ പിരമിഡ്. If the end face is pentagon, then it is called a pentagonal pyramid. If the end face is hexagon, that is called a hexagonal pyramid. And if the end face is octagon, then that is called a octagonal pyramid. അപ്പൊ ഇങ്ങനെ നമുക്ക് വേരിയസ് സോളിഡ്സ് തരും. അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കണം. ഇതാണ് പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദി ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഓക്കെ, അതാണ് മോഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഇതില് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാ പറയുന്നത് കേട്ടോ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2D ആണ് നമ്മൾ വരയ്ക്കുന്നത്. 2D, 3D അല്ല വരയ്ക്കുന്നത്, ഓൺലി 2D ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ്. അപ്പൊ ഇതില് ആക്സിസ് ഇൻക്ലൈൻഡ് ടു വൺ ഓഫ് ദി റഫറൻസ് പ്ലെയിൻസ്. റഫറൻസ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് റഫറൻസ് പ്ലെയിൻ ഉണ്ട്, HP ആൻഡ് VP. ഓക്കെ, സോ ദിസ് ഈസ് ദി this is HP and this is VP and this is the reference line. Okay, so this is HP, this is VP and this is the reference line. അപ്പൊ ഈ റഫറൻസ് പ്ലെയിനിന് ഒന്നുകിൽ അതിന്റെ ആക്സിസ് ഏതെങ്കിലും ഒരു പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിരിക്കും, ഇൻക്ലൈൻഡ് ടു വൺ, ഒന്നുകിൽ HP അല്ലെങ്കിൽ VP, അല്ലെങ്കിൽ ആക്സിസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് ദ റഫറൻസ് പ്ലെയിൻ. അതായത് ക്വസ്റ്റ്യൻ പറയും 30 degree to HP and 45 degree to VP എന്ന് പറയും. അതായത് ആക്സിസ് ഇതാ ഇങ്ങനെ ഇരിക്കും. ആക്സിസ് ഇപ്പൊ ഇതൊരു ലൈൻ ആണെങ്കിൽ ദിസ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് സേ 30 degree to HP and 45 degree to VP. ഓക്കെ, ഇപ്പൊ ഈ ലൈൻ HP-ക്ക് 30 degree ആണ്, VP-ക്ക് 45 degree. ദാറ്റ് മീൻസ് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP. HP-ക്കും VP-ക്കും ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ സോളിഡ് ആയതുകൊണ്ട് സോളിഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? HP-ക്കും VP-ക്കും ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദി, അപ്പൊ ഞാൻ പ്രിസം പറഞ്ഞു, പിരമിഡ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഈസ് ദി സ്ഫിയർ. സ്ഫിയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റേഡിയസ് ഉണ്ട്. നമ്മുടെ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ ആണ്. ദെൻ സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർക്കിൾ കാണും, ഇവിടെ ഒരു സർക്കിൾ കാണും. ഓക്കെ, ഇത് രണ്ടുകൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് യു വിൽ ഗെറ്റ് ദ സിലിണ്ടർ. ദെൻ കോൺ എന്ന് പറഞ്ഞാൽ ബേസിൽ ഒരു സർക്കിൾ ഉണ്ടാവും, പിന്നെ ഒരു അപ്പെക്സ് പോയിന്റ്. ദിസ് ഈസ് കോൾഡ് അപ്പെക്സ്. This is called apex. The next is the cube.
ക്യൂബിന്റെ പ്രത്യേകത എന്താണ്? സൈഡ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. റൂബിക്സ് ക്യൂബ് എന്ന് കേട്ടിട്ടില്ല? റൂബിക്സ് ക്യൂബ് അതിന്റെ പ്രത്യേകത എന്താണ്? സൈഡ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ആയിരിക്കും. സൈഡ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. സൈഡ് തന്നെ ആയിരിക്കും ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. ഒരു സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് അറിയാമല്ലോ എന്താണ്? ദിസ് ഈസ് ദ സ്ക്വയർ പിരമിഡ്. Okay, so this is the base. This is the base, and this is the apex. This is the base and this is the apex point. So base തന്നിട്ടുണ്ട് 30, so this is 30, this is 30, and height 60. ഈ പിരമിഡിന്റെ ഹൈറ്റ് എത്രയാണ്? 60. Rest with one of its base edges on HP. ഇതില് ഈ ബേസ്, ഇതാണ് ബേസ്, സ്ക്വയർ ആണ് ബേസ്. അപ്പൊ ഇതിൽ വരുന്ന ഈ എഡ്ജസിനെയാണ് ബേസ് എഡ്ജസ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? ഇത് ബേസ് എഡ്ജസ് ആണ്. സോ ദിസ് ഈസ് ദി ബേസ് എഡ്ജസ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സ്ക്വയർ പിരമിഡ് rest with one of its base edges on HP. HP ൽ rest ചെയ്യണം. Axis of the pyramid makes an angle of 45 degree with HP. ഈ പിരമിഡിന്റെ ആക്സിസ് HP ക്ക് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. Draw its projections. Question clear ആയോ? Either? Yes, sir. Okay, Justin, clear ആണോ question? Clear ആണ് sir. ഓക്കെ, അപ്പം ഇത് ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ഇതേപോലെ റഫായിട്ട് ക്വാഡ്രന്റ് വരയ്ക്കണം. സോ ദിസ് ഈസ് HP, ദിസ് ഈസ് VP, ദിസ് ഈസ് XY ലൈൻ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാനിവിടെ ഈ പിരമിഡിനെ HP യിൽ പ്ലേസ് ചെയ്തിട്ട് ഞാനിങ്ങനെ HP യിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇതിനെ ഞാൻ ലെഫ്റ്റിലോട്ട് അങ്ങ് ടിൽറ്റ് ചെയ്തു. എത്ര ഡിഗ്രിയിലാണ്? ദ ആക്സിസ് ഓഫ് ദ പിരമിഡ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് HP. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ ലെഫ്റ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം, ഇതിനെ എനിക്ക് എങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം, റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം. എത്ര ഡിഗ്രിയിൽ? 45 ഡിഗ്രി. രണ്ടും കറക്റ്റ് ആണ്. അതായത് ലെഫ്റ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം, കറക്റ്റ് ആണ്, റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം, കറക്റ്റ് ആണ്. പക്ഷെ ടിൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? എഡ്ജിലായിരിക്കണം റെസ്റ്റ് ചെയ്യേണ്ടത്. വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ HP. HP യിൽ റെസ്റ്റ് ചെയ്യേണ്ടത് ബേസ് എഡ്ജിലാണ്. അപ്പൊ ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഈ ബേസിന് പേര് കൊടുക്കാം, ABCD. ഞാനിപ്പോ ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഏത് എഡ്ജിലായിരിക്കും ഇത് റെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാമോ ആർക്കെങ്കിലും? ഇതിനെ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോൾ, ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഏത് എഡ്ജിലായിരിക്കും ഇത് HP യിൽ റെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാമോ? DC ആണോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലിരിക്കുന്ന എഡ്ജ് ഏതാണ്? ലെഫ്റ്റിലിരിക്കുന്ന എഡ്ജ് ഏതാന്ന് നോക്കണം. അതായത് ലെഫ്റ്റിലിരിക്കുന്ന എഡ്ജ് AD ആണ്. ഓക്കെ, ലെഫ്റ്റിലിരിക്കുന്ന എഡ്ജ് AD ആണ്. അപ്പൊ AD എന്ന് പറയുന്ന എഡ്ജിലായിരിക്കും ഇത് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? Yes, sir. ഓക്കെ, ഇനി ഇതിനെ റൈറ്റിലോട്ടാണ് ഞാൻ ടിൽറ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിലെ എഡ്ജിന്റെ പേരെന്താന്ന് നോക്കണം. ഞാൻ ഇതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ അത് ഏത് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? BC യിൽ റെസ്റ്റ് ചെയ്യാൻ പോകും. ഓക്കെ, സോ ഞാനിപ്പോ ഇതിനെ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇങ്ങനെ റഫായിട്ട് വരച്ചു നോക്കണം. വരച്ചു നോക്കിയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ
ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടേ വരയ്ക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ മേളിൽ നോക്കുകയാണ്. ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. മേളിൽ നിന്ന് ഞാൻ നോക്കി, മേളിൽ നോക്കുമ്പോൾ ഒരു സ്ക്വയർ. അപ്പൊ ഞാൻ ആദ്യം XY ലൈൻ വരച്ചു. XY ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർസെക്ഷനെയാണ് നമ്മൾ XY ലൈൻ എന്ന് പറയുന്നത്. HP-യും VP-യും കൂടെ കൂട്ടിമുട്ടുന്ന ഇതിനെയാണ് നമ്മൾ XY ലൈൻ എന്ന് പറയുന്നത്. ദെൻ മേളിൽ നോക്കുമ്പോൾ സ്ക്വയർ കാണാം. സ്ക്വയർ വരച്ചു. സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട്. ദെൻ സ്ലാൻഡ് എഡ്ജസ് വരച്ചു. അതിനെ നെയിം ചെയ്തു. സ്ക്വയറിന് നെയിം ചെയ്തു. കോർണറിന് ABCD, പിന്നെ MO, അപ്പെക്സ് M എന്നും കൊടുത്തു. സ്ക്വയറിന്റെ സെന്റർ പോയിന്റ് O എന്നും കൊടുത്തു. പിന്നെ ഇതിനെ പ്രൊജക്ട് ചെയ്തു. ഇതിനെ ഫ്രണ്ടിൽ നിന്ന്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഒരു ട്രയാങ്കിൾ ആണ് കാണുന്നത് ഇങ്ങനെ. അപ്പൊ ഞാൻ ആ ട്രയാങ്കിൾ വരച്ചു. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഈ ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 60. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? നമുക്കിതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യാം, റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങോട്ട് ടിൽറ്റ് ചെയ്യാൻ? ലെഫ്റ്റിലോട്ടാണ്. നിങ്ങൾക്ക് എങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം, റൈറ്റിലോട്ട് വേണമെങ്കിലും ടിൽറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തു. സച്ച് ദാറ്റ് ടിൽറ്റിംഗ് ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. സോ 45 ഡിഗ്രിയിൽ നമ്മൾ ഈ ട്രയാങ്കിളിനെ എന്ത് ചെയ്തു? റീഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമുക്ക് 45 ഡിഗ്രിയിൽ ടിൽറ്റിംഗ് കിട്ടി. ദെൻ ഇതിനെ നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. ഇതിനെ നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ആദ്യം വരച്ച വ്യൂവിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട്, ഞാൻ വേറൊരു കളർ വരയ്ക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്റർസെക്ടിങ് പോയിന്റ്സുകൾ കിട്ടും. ആ ഇന്റർസെക്ടിങ് പോയിന്റ്സുകൾ കറക്റ്റ് ആയിട്ട് പേര് കൊടുക്കണം. പേര് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുത്തെ എയും ഇവിടുത്തെ A' കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് A1. അതായത് എയുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ സൈഡിലെ പേരെന്താണ്? എയും ഡിയും. അപ്പൊ ഇവിടുത്തെ പേരെന്താ കൊടുത്തേക്കുന്നത്? ദിസ് ഈസ് A', D'. ഇനി അപ്പുറത്തെ പേരെന്താ? ബിയും സിയും ആണ്. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ദിസ് ഈസ് B', C'. അതേ സെയിം നെയിം തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ? അതേ സെയിം നെയിം തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ എയും ഇവിടുത്തെ A' കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് A1. ഇവിടുത്തെ ബിയും ഇവിടുത്തെ B' കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് B1. ഇവിടുത്തെ സിയും C' കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് C1. ഡിയും D' കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് D1. എമ്മും M' കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് M1. എന്നിട്ട് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ഫൈനൽ ഫിഗർ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. എയ്തൻ? ഇല്ല സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോട്ടോ, ഇതിന്റെ ഫോട്ടോ എടുക്കുക. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫോട്ടോ എടുക്കുക. എടുത്തോ? ഫോട്ടോ എടുത്തോ? യെസ് സർ, ഫോട്ടോ എടുത്തു. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് സംശയമൊന്നും ഇല്ലല്ലോ? ഏതൻ വരയ്ക്കാമല്ലോ? ഇല്ല സർ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കുമ്പോ ഒരു കാര്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഞാനിപ്പം ഇതിനെ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ലെഫ്റ്റിലോട്ടും ടിൽറ്റ് ചെയ്ത് നോക്കുക, റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്ത് നോക്കുക. റൈറ്റിലോട്ട്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ലെഫ്റ്റും റൈറ്റും രണ്ടും വരയ്ക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് മാറി. ഇപ്പൊ നമ്മൾ സ്ക്വയർ പിരമിഡ് ആയിരുന്നു. അതേപോലെ രണ്ട് കാര്യങ്ങൾ ഈ ഫസ്റ്റ് പ്രോബ്ലത്തില് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡ് ആയിരുന്നു. ഓക്കെ, അതിനെ ഞാൻ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്തത്. ലെഫ്റ്റ് ടിൽറ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെന്റഗണൽ പിരമിഡ് ആണ്. ഇതിനെ ഞാൻ റൈറ്റ് ടിൽറ്റിംഗ് ആണ്. അത് നമ്മളാ തീരുമാനിക്കുന്നത്. ക്വസ്റ്റിനെ പറയത്തൊന്നുമില്ല, നമ്മളാ തീരുമാനിക്കുന്നത്. റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യണോ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് പെന്റഗണൽ പിരമിഡ് ആണ്. അപ്പൊ പെന്റഗണൽ പിരമിഡ് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം പെന്റഗൺ ആണ് എൻ ഫേസ്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ സൈഡ് 30, ഹൈറ്റ് തന്നിട്ടുണ്ട് 60. റെസ്റ്റ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ HP. അപ്പൊ നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ നമ്മൾ ക്വാഡ്രന്റ് വരച്ചിട്ട് നമ്മൾ നോക്കണം. So this is HP, this is VP and this is XY line. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പെന്റഗണൽ ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ പേരൂടെ കൊടുക്കാം. ഇതിന് ദിസ് ഈസ് A, B, C, D, E. ഓക്കെ, ഞാൻ ഇതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്തിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്? പറയാം ആർക്കെങ്കിലും. BC ആണോ സർ? റൈറ്റിലെ എഡ്ജ് ഏതാ നോക്കണം. റൈറ്റിലെ എഡ്ജിന്റെ പേര് BC. BC ആണോ DC ആണോ? BC എന്ന് പറഞ്ഞ ഇതാണ് റൈറ്റിലെ എഡ്ജ്, ഇതല്ലേ? അല്ലേ? അങ്ങേ അറ്റത്ത് വരുന്ന എഡ്ജ് CD അല്ലേ? സാറേ എന്താ BC ആവാത്തെ? വൈ കാണ്ട് ബി BC? BC അല്ല, CD. ഓക്കെ സർ. കണ്ടോ, ഞാനിവിടെ എഴുതിയേക്കുന്ന കാണുന്നുണ്ടോ? CD എന്ന് എഴുതിയേക്കുന്ന കാണുന്നുണ്ടോ? യെസ് സർ, കാണാം. അതായത് റൈറ്റിലത്തേത് CD എന്ന് പറയുന്ന എഡ്ജ് ആണ്. അപ്പൊ ഇതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ ഇത് എഡ്ജിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്തിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാമോ? AE ആണോ സർ? AE ഇല്ല, ലെഫ്റ്റിൽ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റിൽ ഏത് പോയിന്റ് ആണ്? A എന്നുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ. റൈറ്റില് CD എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്. ലെഫ്റ്റില് എന്താണ്? ലെഫ്റ്റില് A എന്ന് പറയുന്ന ഇതെന്താണ്? ഇത് കോർണർ ആണ്, കോർണർ. അപ്പൊ റൈറ്റില് എഡ്ജ് ആണ്. അപ്പൊ ഞാൻ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എഡ്ജിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത്? കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? യെസ് സർ. അപ്പം ഈ പ്രോബ്ലത്തില് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എഡ്ജിൽ റെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ പ്രോബ്ലത്തെ ഇങ്ങനെ വെച്ചിട്ട് ഏത് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല? ലെഫ്റ്റ് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ സ്ക്വയർ പിരമിഡിന്റെ പ്രോബ്ലത്തിൽ റൈറ്റിലോട്ടും നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്യാം,
ലെഫ്റ്റിലോട്ടും നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്യാം. രണ്ടും കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ഇങ്ങനെ വെച്ചിട്ട് റൈറ്റിലോട്ട് മാത്രമേ ടിൽറ്റ് ചെയ്യാൻ പാടുള്ളൂ. ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ തെറ്റാണ്. കാരണം കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. എഡ്ജിൽ റെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് രണ്ടും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തുകൊണ്ടാണ് റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താലും ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താലും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പ്രോബ്ലത്തില് പറയാം. സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അതായത് കഴിഞ്ഞ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു സ്ക്വയർ പിരമിഡിനെ റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം ലെഫ്റ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം, രണ്ടും കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നാൽ ഈ പ്രോബ്ലത്തില് റൈറ്റിലോട്ട് മാത്രമേ ടിൽറ്റ് ചെയ്യാൻ പാടുള്ളൂ, ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യാൻ പാടില്ല. റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യാൻ പാടില്ല, റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യാനേ പാടുള്ളൂ, ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യാൻ പാടില്ല ഈ പ്രോബ്ലത്തിൽ. എന്താണ് അത് ഡിഫറൻസ് എന്താണ് രണ്ടും? ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോ എഡ്ജിലായിട്ട് ബാലൻസ് ചെയ്യാൻ പോസിബിൾ അല്ല. അതായത് ഈ കേസിൽ കോർണർ പോയിന്റ് ഈ കേസിൽ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു. നമ്മളോട് കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞേക്കുന്നത്, എന്തിലാണ്? എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് എങ്ങോട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല? ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ പെന്റഗൺ ആണ്. XY ലൈൻ വരച്ചു. ടോപ്പ് വ്യൂ പെന്റഗൺ വരച്ചു. പെന്റഗണിന്റെ അകത്തെ ആംഗിൾ 108 ആണ്. 108 ഡിഗ്രി എടുത്ത് പെന്റഗൺ വരച്ചു. എന്നിട്ട് അതിന് പേര് കൊടുത്തു ABCDE. അതായത് ഇതിന്റെ കോർണർ പോയിന്റ്സ്, ഈ പെന്റഗണിന്റെ കോർണർ പോയിന്റ്സ് ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒരു കോർണർ ഉണ്ട്, ഇവിടെ. പിന്നെ ഇതിന്റെ സെന്ററുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്യുക. ദെൻ ഇതിനെ പ്രൊജക്ട് ചെയ്ത് പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 60. ദെൻ ഇതിനെ നമ്മൾ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുക. എത്ര ഡിഗ്രിയാണ് ടിൽറ്റ് ചെയ്യേണ്ടത്? 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 45 ഡിഗ്രി റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുക. റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്താണ്? ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ തെറ്റാണ്, റോങ് ആണ്. കാരണം ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ ഇവിടെ A എന്ന് പറയുന്ന കോർണർ ആണ്. റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോഴാണ് CD എന്ന് പറയുന്ന എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ കോർണറിലായിപ്പോയി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോർണറിൽ നിന്നായിരുന്നെങ്കിൽ ഇതിനെ എങ്ങോട്ട് ടിൽറ്റ് ചെയ്യണം? ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ഈ കേസിൽ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ ഈ വെച്ചിരിക്കുന്ന അനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ കോർണർ ആണ്. ക്വസ്റ്റ്യനിൽ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്തു. ഈ ഫിഗർ അതേപോലെ വരച്ചു. ഓക്കെ. ഈ ഫിഗറിനെ അതേപോലെ റീഡ്രോ ചെയ്തു. എന്നിട്ട് ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്തു. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. എന്നിട്ട് ഇന്റർസെക്ടിങ് പോയിന്റ്സ് കണ്ടുപിടിച്ചു. ഇതിന്റെ പേര് നോക്കി. ഇതിന്റെ പേര് A1 എന്നാണ്. A1 അതെങ്ങനെ കിട്ടി? ഇത് ഈ പോയിന്റ് A' ആണ്. ഇവിടുന്ന് A, അതായത് ഇവിടുത്തെ Aയും ഇവിടുന്ന് വരുന്ന Aയുടെ ലൈനും ഇവിടുന്ന് വരുന്ന A' ലൈനും കൂടെ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ആ പോയിന്റ് ആണ് A1. അതാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത് A1. സിമിലർലി B1 എന്തായിരിക്കും? B1 ഇതേപോലെ തന്നെ ഇവിടുത്തെ Bയും ഇവിടുന്ന് ഒരു B ഉണ്ട്, അതേപോലെ തന്നെ B' ഉണ്ട്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് B1. ഓക്കെ. അപ്പൊ ഇവിടെ B1, സിമിലർലി C1, D1, E1, M1 പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇത് ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ഫിഗർ. സംശയം ഉണ്ടോ? ഇത് ചോദിച്ചേ. സർ, ഈ ആദ്യം വരയ്ക്കുന്ന ഫിഗർ ഈ പിരമിഡ് അല്ലേ? അല്ല, ഈ പെന്റഗൺ അല്ലേ? പെന്റഗൺ ആണ്. ബോട്ടം ലെഫ്റ്റ്. ഇതാണ് ആദ്യം വരയ്ക്കുന്നത്. സർ, ആ കറക്റ്റ് ആംഗിൾ എങ്ങനെ സാർ ഈ മെഷർ ചെയ്യുന്നത്? അതായത് ആദ്യം പെന്റഗണിന്റെ ഈ ഒരു സൈഡ് വരയ്ക്കുക. ഈ ഒരു സൈഡ്
ഈ ഒരു സൈഡ് വരച്ചിട്ട് ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 108 പ്രൊട്രാക്ടർ വയ്ക്കുക. പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ആംഗിൾ മെഷർ ചെയ്യുക. 108 എടുക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക. വീണ്ടും പ്രൊട്രാക്ടർ ഇവിടെ വയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് 108 എടുക്കുക, ഇത് വരയ്ക്കുക. പിന്നെ കോമ്പസിൽ ആർക്ക് എടുത്തിട്ട് ഇതിന്റെ സൈഡ് 30 ആണ്. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ആർക്കിനെ കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഈ പോയിന്റ് കിട്ടിയാൽ ഇത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ പെന്റഗണായി. മനസ്സിലായോ? യെസ് സർ. സർ പിന്നെ ഡി സിയുടെ സൈഡും 30 mm അല്ലേ? ഡി സി ഇത് 30, ഇതായത് ഈ സൈഡ് 30. ഈ ഡി സി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം 30, ഇത് 30, ഈ സൈഡ് എല്ലാം 30 ആണ്. ഓക്കെ സർ. ഈ സൈഡ് എല്ലാം 30. അകത്തെ ആംഗിൾസ് എല്ലാം എത്രയാണ്? 108. എല്ലാ ആംഗിളും എത്ര ആയിരിക്കും? 108. ഓക്കെ, മനസ്സിലായോ? യെസ് സർ, മനസ്സിലായി. ഓക്കെ, ജസ്റ്റിൻ ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ചെറിയ ആംഗിളിന്റെ വാല്യൂവിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതാണ്. ഇതിന്റെ ഫോട്ടോ എടുത്തായിരുന്നു ഏതാണ്? ഇതിന്റെ ഫോട്ടോ എടുത്തായിരുന്നു? യെസ് സർ, എടുത്തു. ഓക്കെ, ജസ്റ്റിൻ ഇത് വരച്ചായിരുന്നോ? ജസ്റ്റിൻ? ഞാൻ ഇത് രണ്ടും വരച്ചതാ. ഓക്കെ, അപ്പൊ വരയ്ക്കാത്ത വരുമ്പോ ഫോട്ടോ എടുത്തോണം കേട്ടോ ജസ്റ്റിൻ, കേട്ടോ? ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം. ഓക്കെ, അടുത്ത പ്രോബ്ലം നമ്മളിപ്പോ ഈ പറഞ്ഞ സ്ക്വയർ പിരമിഡ് തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ആംഗിളിന്റെ വാല്യൂവിൽ മാത്രം വ്യത്യാസം, 50 ഡിഗ്രി. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോബ്ലം ഞാൻ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്തത്. ഇത് റൈറ്റിലോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റൈറ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്തേക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ ആംഗിള് നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രോബ്ലത്തിൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരുന്നു? 45 ഡിഗ്രി ആയിരുന്നു. ഈ പ്രോബ്ലത്തിൽ ആംഗിൾ 50 ഡിഗ്രിയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ ആണോ എയ്തൻ? യെസ് സർ, ക്ലിയർ. ഓക്കെ, ഇതിന്റെ ഫോട്ടോ എടുത്തു. എടുത്തു സർ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പിരമിഡ് ആയിരുന്നേ. ഇനി നമ്മൾ പ്രിസം പറയാൻ പ്രിസം. ഇത്രയും നേരവും നമ്മൾ പറഞ്ഞത് പിരമിഡ് ആയിരുന്നു. ഇനി നമ്മൾ പ്രിസം പറയാൻ പ്രിസം. ഓക്കെ, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇത് പെന്റഗണൽ പ്രിസം ആണ്. അതിന്റെ സൈഡ് 25 തന്നിട്ടുണ്ട്, ഹൈറ്റ് 50 mm തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞാൻ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്തേക്കുന്നത്, ലെഫ്റ്റിലോട്ട്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലോട്ട് എങ്ങോട്ട് വേണമെങ്കിലും ടിൽറ്റ് ചെയ്യാം. അപ്പൊ ടിൽറ്റ് ചെയ്യുമ്പം ഇവിടെ നോക്കേണ്ട കാര്യം, റെസ്റ്റ് ചെയ്യുന്ന എന്തിലാണെന്ന് നോക്കണം. കോർണറിലാണ്, കോർണർ. അപ്പൊ ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, 1' എന്ന് പറയുന്ന കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനെ ഞാൻ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തപ്പം 1' എന്ന് പറയുന്ന കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്തിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാമോ? ഞാൻ ഇതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ നോക്കിയേ, റൈറ്റ് സൈഡിൽ എഡ്ജ് ആണ്. എഡ്ജ് കണ്ടോ, റൈറ്റ് സൈഡിൽ എഡ്ജ് ആണ്. അപ്പൊ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നത് തെറ്റാണ്. ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് എന്തിലാണ്? കോർണറിലാണ്. കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോർണറിൽ റെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തു. സച്ച് ദാറ്റ് ഇതിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, 40 ഡിഗ്രി. ഇനി എനിക്കിതിനെ ഇങ്ങനെ പെന്റഗൺ ഇപ്പൊ ഇങ്ങനെ ഞാൻ വരച്ചേക്കുന്നത്. എനിക്കിപ്പോ പെന്റഗൺ ഇങ്ങനെ വരച്ചിട്ട് പെന്റഗൺ എനിക്ക് ഇപ്പൊ ഇവിടെ വരച്ചേക്കുന്ന പെന്റഗൺ ഇങ്ങനെ വരച്ചേക്കുന്നത്. അത് തിരിച്ചിങ്ങനെ വരച്ചാൽ എനിക്കിതിനെ എന്ത് ചെയ്യാം? എനിക്കിതിനെ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യാം. കറക്റ്റ് ആവും. ബിക്കോസ് ഇവിടെ റൈറ്റിൽ എന്താണ്? റൈറ്റിൽ കോർണറാണ് വന്നേക്കുന്നത്. അതേസമയം ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താലോ, ലെഫ്റ്റിൽ എന്താണെന്ന് നോക്കിയാൽ ലെഫ്റ്റിൽ എഡ്ജാ വന്നേക്കുന്നത്.
നമ്മുടെ ആൻസർ തെറ്റാ. അപ്പൊ നമ്മൾ പെന്റഗൺ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പെന്റഗൺ ഇങ്ങനെ വെച്ചിട്ട് ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് എന്തിൽ റെസ്റ്റ് ചെയ്യത്തുള്ളൂ? ദാ ഈ കോർണർ 1 എന്ന് പറയുന്ന ഈ കോർണറിൽ റെസ്റ്റ് ചെയ്യത്തുള്ളൂ. റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്ത് പറ്റും? റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ തെറ്റായി പോകും. കാരണം റൈറ്റിൽ എന്താ എഡ്ജ് ആയിരിക്കുന്നത്. അപ്പൊ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്ന എഡ്ജിലല്ല കോർണറിലാണ്. ഓക്കെ, ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണ്. ക്ലിയർ ആണോ? ഏതൻ സംശയം ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, ജസ്റ്റൻ ഓക്കെ അല്ലേ ഇത്? ഓക്കെ. ഓക്കെ, ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് പറയണേ. എടുത്തു സർ. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അഗെയിൻ ഇതൊരു എന്താണെന്നറിയാം, ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ സ്ക്വയർ പിരമിഡ് ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. So this is HP, this is VP and this is XY line. ഞാൻ ഇവിടെ സ്ക്വയർ പിരമിഡിനെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. HP-യിൽ ഞാൻ സ്ക്വയർ പിരമിഡിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. സാധാരണ ആംഗിൾ തരുമായിരുന്നല്ലോ, ഇവിടെ നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇത് റെസ്റ്റ് ചെയ്യുന്ന എന്തിനാണ്? ട്രയാങ്കുലർ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ട്രയാങ്കുലർ ഫേസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പിരമിഡിന്റെ ട്രയാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞത് ഈ ചരിഞ്ഞു നിൽക്കുന്ന ഈ ഫേസിനെയാണ് ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഉണ്ട് ട്രയാങ്കുലർ ഫേസ്, അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് ട്രയാങ്കുലർ ഫേസ്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്യാം? ഞാൻ ഇതിനെ ഒന്നുകിൽ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്ത് റൈറ്റിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് അങ്ങ് മറിച്ചിടാം. കണ്ടോ? അതാണ് ഈ മറിച്ചിട്ടേക്കുന്നത്. കണ്ടോ? ഇങ്ങനെ കൊണ്ടുവന്ന് മറിച്ചിട്ടേക്കുന്നത് കണ്ടോ? റൈറ്റിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കിത് എങ്ങോട്ടും കൊണ്ടുവരാം, ലെഫ്റ്റിലോട്ടും കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് നേരെ മറിച്ചും കിട്ടാൻ മതി. ഇവിടോട്ട് രണ്ടും കറക്റ്റ്. ഓക്കെ, അതായത് റൈറ്റും കറക്റ്റ് ആണ്, ലെഫ്റ്റും കറക്റ്റ് ആണ്. ഈ കേസിൽ, ഈ പ്രോബ്ലത്തിൽ റൈറ്റും കറക്റ്റ് ആണ്, ലെഫ്റ്റും കറക്റ്റ് ആണ്. പക്ഷെ നേരത്തെ ഒരു കേസ് പറഞ്ഞായിരുന്നു, ഒന്നുകിൽ ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട് മാത്രമേ ടിൽറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ശ്രദ്ധിച്ചോണം, അത് ഓരോ പ്രോബ്ലത്തിനും ഡിഫറെന്റ് ആയിരിക്കും. ഈ കേസിൽ റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം, ലെഫ്റ്റിലോട്ടും ടിൽറ്റ്, രണ്ടും സെയിം ആണ്. അപ്പൊ ഇതിനെ അങ്ങ് മറിച്ചിടുക, ഈ പടത്തിനെ റീഡ്രോ ചെയ്യുക, നേരെ പ്രൊജക്ട് ചെയ്യുക, ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുക, ഇന്റർസെക്ടിങ് പോയിന്റ്സ് കണ്ടുപിടിക്കുക, ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സർ. ഇതിന്റെ ഫോട്ടോ എടുത്തോ. എടുത്തു സർ. ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയാം? ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വരച്ചു നോക്കണം കേട്ടോ, അതിനുവേണ്ടിയോ. യെസ് സർ, വരയ്ക്കാം. ഓക്കെ, ദെൻ ഓക്കെ, ഇപ്പൊ എത്ര പ്രോബ്ലം ആയി? 5 സർ 5 എന്നാ തോന്നുന്നത് സർ. ഓക്കെ, 1 നോക്കട്ടെ. 1 2 3 4 5. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഇന്നിപ്പോ തൽക്കാലം ഞാൻ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഈ 5 പ്രോബ്ലം വരയ്ക്കുക. ആദ്യം വരച്ചിട്ട് എനിക്ക് ഒരു സിംഗിൾ PDF ആയിട്ട് ഞാനിപ്പോ ഒരു ഗൂഗിൾ ഡ്രൈവ് ഷെയർ ചെയ്യാം, അതിലോട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ഞാനിപ്പം ഈ ക്ലാസ് കട്ടാവും. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, വീണ്ടും ലിങ്ക് ഒന്നുകൂടെ അയക്കാം. എന്നിട്ട് ഞാനിപ്പോ ഒരു ഗൂഗിൾ ഡ്രൈവ് ഷെയർ ചെയ്യുന്ന കാണിക്കാം. ഇപ്പൊ തിരിച്ച് ജോയിൻ ചെയ്യണം കേട്ടോ നിങ്ങൾ, ഏതനും ജസ്റ്റിനും കേട്ടോ. ജസ്റ്റിൻ. ഓക്കെ, ഞാനിപ്പം ക്ലാസ് കട്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ലിങ്ക് ഒന്നുകൂടെ ഷെയർ ചെയ്യാം, അപ്പൊ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ.